നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. ബാർക്കോഴ വിവാദത്തിൽ കുറ്റാരോപിതനായ മന്ത്രി കെ.എം. മാണി രാജിവെക്കുന്നതുവരെ ബി.ജെ.പി. സന്ധിയില്ലാ സമരം തുടരുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബി. രാധാമണി. കെ.എം. മാണിയുടെ രാജി ആവശ്യപ്പെട്ട് ബി.ജെ.പി. സംഘടിപ്പിച്ച ഹർത്താൽ പുനലൂരിൽ പൂർണ്ണ വിജയം. പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. ചാലിയക്കരയിൽ എ.വി.ടി. കൈയടക്കി വച്ചിരിക്കുന്ന കെ.ഐ.പി. വക സ്ഥലം കയ്യേറി ഭൂരഹിതരുടെ പ്രതീകാത്മക സമരം. ഭൂരഹിതർക്ക് 10 സെന്റ് വീതം ഭൂമി നൽകണമെന്ന് ആവശ്യം. ബാർക്കോഴി വിവാദത്തിൽ കുറ്റാരോപിതനായ മന്ത്രി കെ.എം. മാണി രാജിവെക്കുന്നതുവരെ ബി.ജെ.പി. സന്ധിയില്ലാ സമരം തുടരുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബി. രാധാമണി. സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച ഹർത്താലിന്റെ ഭാഗമായി പുനലൂരിൽ നടന്ന പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബി. രാധാമണി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സംശുദ്ധമായി കേന്ദ്രഭരണം നടക്കുമ്പോൾ അഴിമതി ആരോപണങ്ങളിൽ കേരളത്തിലെ മന്ത്രിമാർ കുടുങ്ങുന്നത് നാണക്കേടാണ്. നാണമുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭ പിരിച്ചുവിടണമെന്നും ബി. രാധാമണി ആവശ്യപ്പെട്ടു. എന്തു വന്നാലും ഞാൻ രാജിവെക്കില്ല. 85 ദിവസമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ധിക്കാരപരമായി പറയുന്ന കെ.എം. മാണി ഒരു നിമിഷം പോലും അധികാര കസേരയിൽ ഇരിക്കാൻ സാധ്യമല്ല. ഭാരതീയ ജനതാ പാർട്ടി ഈ കെ.എം. മാണിയെ പുറത്തു കളയുന്നത് വരെ സന്ധിയില്ലാ സമരമാണ്. അതുപോലെ തന്നെ അഴിമതി വീരനായ മുഖ്യമന്ത്രി രാജിവെക്കണം. മുഖ്യമന്ത്രിയാണ് ഈ കെ.എം. മാണിയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി ഒന്നടങ്കമിരുന്ന് മീറ്റിംഗ് കൂടി കെ.എം. മാണിയെ സംരക്ഷിക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടെ നടക്കില്ല. ഇവിടെ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ ഒരു സംശുദ്ധമായ ഭരണമാണ് കേരളത്തിലും വേണ്ടത്. അതുകൊണ്ട് കെ.എം. മാണി, നിങ്ങളുടെ ആഗ്രഹം വ്യർത്ഥമാണ്. ഇതിവിടെ നടക്കാൻ പോകുന്നില്ല. നിങ്ങളെ വഴിയിലിട്ട് തടയാൻ RSSന്റെയും ബി.ജെ.പിയുടെയും ചുണക്കുട്ടികളുണ്ട് ഇവിടെ. നിങ്ങൾ സമാധാനമായി വഴി നടക്കാൻ സമ്മതിക്കില്ല, ഭരണത്തിലിരിക്കാനും സമ്മതിക്കില്ല. അതുകൊണ്ട് അതുവരെ ഞങ്ങളുടെ ഈ സമരം തുടരും. ഹർത്താൽ പുനലൂരിൽ സമാധാനപരവും പൂർണ്ണവുമായിരുന്നു. രാവിലെ 10 മണിക്ക് ഹർത്താൽ അനുകൂലികൾ പുനലൂരിൽ പ്രകടനം സംഘടിപ്പിച്ചു. KSRTC ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി തിരികെ KSRTC ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്നു ചേർന്ന യോഗത്തിൽ ബി.ജെ.പി. പുനലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് എം. തുളസീധരൻ പിള്ള അധ്യക്ഷനായി. പുനലൂർ വെസ്റ്റ് ഏരിയ കമ്മിറ്റി അംഗം അജിത് ആറമ്പുന്ന സ്വാഗതം പറഞ്ഞു. നിയോജകമണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ, വെസ്റ്റ് ഏരിയ സെക്രട്ടറിമാരായ ബിജു മംഗലശ്ശേരിൽ, അനീഷ് അഷ്ടമംഗലം, ഈസ്റ്റ് ഏരിയ പ്രസിഡന്റ് സാബു കലയനാട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കെ.എം. മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. സംഘടിപ്പിച്ച ഹർത്താൽ പുനലൂരിൽ പൂർണ്ണ വിജയമായി. അതേസമയം അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഇരുചക്ര വാഹനങ്ങൾ ഒഴികെയുള്ളവ നിരത്തിലിറങ്ങിയില്ല. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. പെട്ടിക്കടകളും ഹോട്ടലുകളും പോലും തുറന്നില്ല. സർക്കാർ ആശുപത്രിക്ക് സമീപമുള്ള 2 മെഡിക്കൽ സ്റ്റോറുകൾ ഒഴികെ മെഡിക്കൽ സ്റ്റോറുകളൊന്നും തന്നെ തുറന്നില്ല. KSRTC ബസ്സുകൾ ഒന്നും സർവീസ് നടത്തിയില്ല. എല്ലാ സർക്കാർ ഓഫീസുകളും അടഞ്ഞു തന്നെ കിടന്നു. അക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് വിലയിരുത്തലിനെ തുടർന്ന് ശക്തമായ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു. പൊതുവെ പുനലൂരിൽ ഹർത്താൽ പൂർണ്ണവും ശാന്തവുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരത്ത് പറമ്പിൽ കൂട്ടിയിട്ടിരുന്ന കരിയിലേക്ക് വിദ്യാർത്ഥികൾ തീയിട്ടതിനെ തുടർന്ന് കർഷകന് 50,000 രൂപയുടെ നഷ്ടം. കല്ലിങ്കടവ് തോടിന് സമീപത്തെ കൃഷിഭൂമിയിലാണ് സംഭവം. മഞ്ചള്ളൂർ മുകളിൽ കിഴക്കേതിൽ ഹബീബിന്റെ ഉടമസ്ഥതയിലുള്ള കൃഷിഭൂമിയിലാണ് സംഭവം. കഴിഞ്ഞ ദിവസം പത്തനാപുരത്തെ സ്വകാര്യ സ്കൂളിലെ ഒരു സംഘം വിദ്യാർത്ഥികൾ പുരയിടത്തിൽ എത്തിയിരുന്നു. സമീപവാസികൾ ഇവരോട് ഇവിടെ നിന്ന് പോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവത്രേ. ഇതേ തുടർന്ന് മടങ്ങാൻ തയ്യാറായ കുട്ടികൾ കാർഷിക ആവശ്യത്തിനായി കൂട്ടിയിട്ടിരുന്ന കരിയിലകൾക്ക് തീയിടുകയായിരുന്നു. തീ പടരുന്നത് കണ്ട നാട്ടുകാർ ഓടിക്കൂടി രംഗം നിയന്ത്രണ വിധേയമാക്കി. 15ഓളം വാഴകൾ നശിച്ചു. ഇത് കാട് പിടിച്ചു കിടക്കുന്ന ഒരു ഭൂമിയായിരുന്നു. അപ്പൊ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ അവർ എനിക്കിത് പാട്ടത്തും കൃഷിയായിട്ട് തന്നതാണ്. അങ്ങനെ ഞാൻ ഇതുപോലെ കൃഷിയൊക്കെ ചെയ്ത് വാഴയൊക്കെ നല്ല രീതിയിലായിട്ട് കയറി വരുന്ന ഒരു സമയം. പക്ഷേ നമ്മളൊരു കൈ പോയാലും വേണ്ടിയില്ല. ഈ വാഴ കൃഷി നശിപ്പിച്ചത് ഏറ്റവും വലിയ താങ്ങാൻ പറ്റാത്ത ഒരു വിഷമത്തിലാക്കിയിരിക്കുക. നമ്മൾ സെൻസിറ്റീവിലെ പിള്ളേർ ഇവിടെ വരുന്നൊരു സ്ഥിരം എങ്ങനെ വരും? അപ്പം നമ്മളും വിചാരിക്കുന്നുണ്ട് പിള്ളേരല്ലേ വന്ന് ഫോട്ടോ എടുക്കട്ടെ എന്ന്. പക്ഷേ അവർ ഇത്ര ശല്യക്കാരാവുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. കൃഷി നശിപ്പിച്ചുള്ള ഒരവസ്ഥ ജനങ്ങളിൽ നിന്നും ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കൃഷിക്കാരുടെ ഇപ്പോഴത്തെ വിലയുടെ ആയാലും പിന്നെ ലേബറിൻ്റെ ആയാലും എല്ലാം കൊണ്ടുപോകുമ്പോൾ വലിയൊരു കഷ്ടത്തിലെത്തിക്കുന്നതാണ്. നമ്മുടെ സർക്കാർ തന്നെ കൃഷിക്ക് പ്രോത്സാഹനം ചെയ്യുക. പക്ഷേ നമ്മുടെ നാട്ടിൽ സ്വയം പര്യാപ്തമായി ചെയ്യുന്ന കൃഷി ഇങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ കൃഷിക്കാർ വിട്ടുപോയി താങ്ങും. മുമ്പും ഇത്തരം ശല്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഹബീബ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ ചെമ്മന്തൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൈപ്പൂയ മഹോത്സവം ജനുവരി 30 മുതൽ ഫെബ്രുവരി 3 വരെ നടക്കും.
താലപ്പൊലി, ചെണ്ടമേളം, ശിങ്കാരിമേളം, ഫ്ലോട്ടുകൾ എന്നിവയുടെ അകമ്പടിയോടെ കാവടി ഘോഷയാത്ര തൃക്കോതേശ്വര മഹാദേവർ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ടൗൺ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, സ്റ്റേഡിയം ജംഗ്ഷൻ എന്നിവിടങ്ങൾ വഴി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സമാപിക്കും. ഉത്സവ ദിവസങ്ങളിൽ വിശേഷാൽ പൂജകളും വഴിപാടുകളും വിവിധ കലാപരിപാടികളും നടക്കും. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നതെന്ന് ക്ഷേത്രകാര്യ കമ്മിറ്റി സെക്രട്ടറി എസ് ജയദേവൻ നായർ പറഞ്ഞു. തൈപ്പൂയ ദിവസം ഈ വർഷം ജനുവരി മാസം 30 കൊടിയേറി 31, 1, 2, 3 തീയതി ഫെബ്രുവരി 3 തീയതിയാണ് തൈപ്പൂയം നമ്മൾ ആഘോഷിക്കുന്നത്. കാവടി എഴുന്നള്ളത്ത്, കാവടി അഭിഷേകം, കഞ്ഞിസദ്യ, വിവിധ കലാപരിപാടികൾ, നൃത്തങ്ങൾ, കരോക്കെ ഗാനമേള, സംഗീത കച്ചേരി, ആധ്യാത്മിക പ്രഭാഷണം, നാടൻപാട്ടും ദൃശ്യാവശ്യങ്ങളും അങ്ങനെ വിപുലമായ പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ചൈതന്യവർദ്ധനവിനായി നടത്തുന്ന ഉത്സവത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്ന് ക്ഷേത്രം മേൽശാന്തി ശിവപ്രസാദ് പോറ്റി അഭ്യർത്ഥിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചൈതന്യവർദ്ധനവ് ഈ ചെമ്മന്തൂർ ദേശം മുഴുവൻ വ്യാപിക്കുകയും അതുകൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഉത്സവം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ. 4-ാം ദിവസം സുബ്രഹ്മണ്യന്റെ ഏറ്റവും ഇഷ്ട വഴിപാടായ സ്കന്ദഹോമം ക്ഷേത്രത്തിൽ വഴിപാടായിട്ട് നടത്തുകയാണ്. അപ്പോൾ ഈ സ്കന്ദഹോമം നടത്തുവാനായിട്ട് താല്പര്യപ്പെടുന്ന എല്ലാ ഭക്തജനങ്ങളും, അതായത് കുജദോഷ പരിഹാരത്തിനായിട്ട്, അതുപോലെ തന്നെ കുജന്റെ ബുദ്ധിമുട്ടുകൊണ്ട് മാംഗല്യ തടസ്സങ്ങൾ ഉണ്ടാകുന്ന കുട്ടികൾ, ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ സ്കന്ദഹോമം ഇവിടെ നടത്തപ്പെടുന്നത്. അപ്പോൾ അതിലെല്ലാ ജനങ്ങളും പങ്കെടുക്കുക. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചാലിയക്കരയിൽ AVT കൈയടക്കി വെച്ചിരിക്കുന്ന KAP വക സ്ഥലം കയ്യേറി ഭൂരഹിതരുടെ പ്രതീകാത്മക സമരം. തെന്മല പഞ്ചായത്ത് അംഗങ്ങളായ K സുരേന്ദ്രൻ, C ചെല്ലപ്പൻ, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ ഗിരീഷ് കുമാർ, കുഞ്ഞുമോൾ സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം കയ്യേറിയത്. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചാലിയക്കര വാർഡിൽ AVT കൈവശം വെച്ചിരുന്ന 36 ഏക്കർ സ്ഥലമാണ് ഭൂരഹിതർ പ്രതീകാത്മകമായി കയ്യേറിയത്. തലചായ്ക്കാൻ ഒരു തുണ്ട് ഭൂമിയില്ലാതെ നൂറുകണക്കിന് ആളുകൾ റെയിൽവേയുടെയും ദേശീയപാതയുടെയും വശങ്ങളിൽ കഴിയുമ്പോൾ സർക്കാർ വക ഭൂമി കൈയടക്കി വെച്ചിരിക്കുന്ന AVT അടക്കമുള്ള കുത്തക മുതലാളിമാരുടെ കയ്യിൽ നിന്ന് അത് തിരികെ പിടിച്ച് പാവങ്ങൾക്ക് നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് വാർഡ് മെമ്പർ K സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ഭൂരഹിതരായ മുഴുവൻ പേർക്കും നൽകാനുള്ള ഭൂമി ഇവിടെയുണ്ട്. തെന്മല മുതൽ വാഴപ്പാറ വരെ 95 ഏക്കർ സ്ഥലവും ഉപ്പുകുഴി മാമ്പഴത്തറ ഭാഗത്ത് 90 ഏക്കർ സ്ഥലവുമുണ്ട്. ചാലിയക്കര എസ്റ്റേറ്റിൽ നിന്ന് വിരമിക്കുന്ന തോട്ടം തൊഴിലാളികൾക്കും തലചായ്ക്കാൻ ഇടമില്ലാത്ത അവസ്ഥയാണ്. കൂടാതെ കമ്പിലൈൻ, കനാൽ പുറമ്പോക്ക് എന്നിവിടങ്ങളിലും കഴിയുന്നവർക്ക് ഈ സ്ഥലങ്ങൾ ഉപയോഗിക്കാം. ഈ കിടക്കുന്ന പുറമ്പോക്ക് ഭൂമികൾ നമ്മുടെ ഈ കനാലിന്റെ ഇരുഭാഗത്തും കിടക്കുന്ന ഈ AVT കമ്പനിയുടെ സ്ഥലം മാത്രം, ഈ ഭാഗത്ത് മാത്രമേ ഈ സർക്കാർ വക ഭൂമി KAPയുടെ ഭൂമി കൈകാറാൻ കിടപ്പുള്ളൂ. അപ്പൊ ഈ ഭൂമി വെറുതെ ഇങ്ങനെ കാട് കയറി മറ്റേ മലക്കിടക്ക് പാമ്പുകൾ ഏറ്റവും വലിയ ജനങ്ങൾക്ക് സ്കൂൾ പോകുന്ന പിള്ളേർക്കൊക്കെ പലതവണ ഓടിച്ചിട്ടുള്ള ഏരിയ ഇതൊക്കെ. പക്ഷെ പാമ്പുകളുടെ കാരണം കൊണ്ടും പല വലിയ മൃഗങ്ങൾ കാരണം കൊണ്ടും ഇവിടെ ജീവിക്കൊക്കെ കണ്ടിന്യൂ വന്നിരിക്കുക. അപ്പൊ ഈ സ്ഥലം പാമ്പ് 1 സെന്റ് സ്ഥലം പോലും ഇല്ലാത്തവർക്ക് ഒരു 30 സെന്റ് സ്ഥലം കൊടുത്ത് അവർക്ക് നമുക്ക് അടി നടത്താനോ ഒരു പ്രശ്നം നടത്താനോ അല്ല നമ്മൾ തീരുമാനിച്ചേക്കുന്നത്. ഈ 30 സെന്റ് സ്ഥലം പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ അവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാകരുത്. നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് നാട്ടുകാർ നല്ല സഹകരണമുണ്ട്. ഈ വസ്തു കൊടുക്കുന്നതിന് വേണ്ടി എല്ലാ നാട്ടുകാരുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും സഹകരണത്തിൽ ഉണ്ടാകണം. 10 സെന്റ് വീതം 1500 കുടുംബങ്ങൾക്ക് നൽകാനുള്ള സ്ഥലം കുത്തക മുതലാളിമാർ കയ്യേറിയിട്ടുണ്ട്. കൂടാതെ ചാലിയക്കര ഉപ്പുകുഴി ദേവീക്ഷേത്രത്തിന്റെ 4 ഏക്കർ സ്ഥലം AVT കൈവശം വെച്ചിരിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ കുറച്ച് സ്ഥലത്ത് 50 വർഷത്തിൽ പുറത്ത് താമസിക്കുന്നവരുണ്ട്. അവർക്ക് ആ സ്ഥലം പതിച്ചു നൽകി AVT കൈവശം വെച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡ് തിരികെ പിടിക്കണം. വളരെ വർഷക്കാലമായി ഭൂമിക്ക് വേണ്ടി നിരവധി തവണ പഞ്ചായത്തുകളിൽ അപേക്ഷ കൊടുക്കുകയും അതുപോലെ റെയിൽവേ പുറമ്പോക്കിൽ താമസിക്കുകയും ചെയ്തിരുന്ന ജനങ്ങളാണ്. പക്ഷേ റെയിൽവേ പുറമ്പോക്കിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ വീടും കൂടുമില്ലാതെ തെരുവിൽ ഇറങ്ങി നടക്കേണ്ട ഒരു ഗതികളിലേക്ക് നീങ്ങിയ ജനങ്ങൾക്ക് വേണ്ടിയാണ്. 1 സെന്റോ 2 സെന്റോ ഭൂമി വേണ്ട, ഞങ്ങൾക്കിവിടെ ഒരു മിനിമം 10 സെന്റ് ഭൂമിയെങ്കിലും ഒരു മനുഷ്യന് പുനരധിവസിക്കുന്നതിന് വേണ്ടി സർക്കാർ തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പോരാട്ട സമരത്തിന് അദ്ദേഹത്തിന് പിന്തുണയായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ജാതി മത ചിന്താഗതികളില്ലാതെ എല്ലാ സമുദായത്തിനും അറിയിക്കുന്ന പ്രാധാന്യത്തോടു കൂടി ഈ 10 സെന്റ് ഭൂമി സർക്കാർ തരുമാറാകണമെന്നും 3 സെന്റിലും 3/4 സെന്റിലും ജീവിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മുടെ സർക്കാർ ഭൂമി, ഒരുപാട് പാഴായ ഭൂമികൾ ഇവിടെ കേരളത്തിൽ ഒരേ വൻകിട കുത്തക മുതലാളിമാർ കൈയടക്കം വെച്ചിരിക്കുന്ന ഭൂമിയിൽ നിന്നും അവരുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷമുള്ള ഭൂമിയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിൽ 10 സെന്റ് ഭൂമിയെങ്കിലും ഏറ്റവും കുറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടണമെന്നാണ് ഞങ്ങളുടെ അവകാശമാണ് അത് വാങ്ങിക്കുക എന്നുള്ളത്. 10 സെന്റ് ഭൂമി എന്നുള്ളത് എല്ലാവരും ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി മരണം വരെ ഞങ്ങൾ പോരാടുവാനും ആ പോരാട്ടത്തിൽ ഞങ്ങളുടെ ജീവൻ പോലും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ ജീവനൊന്നും സംഭവിക്കാത്ത രീതിയിൽ ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ ആ ഭൂമി ഞങ്ങൾ നേടിയെടുക്കുമെന്നാണ് ഈ അവസരത്തിൽ ഞാൻ പറയുന്നത്. സോണിയ തിരുവനന്തപുരം പിന്നെ കേരളത്തിൽ വന്ന സമയത്ത് ഞങ്ങൾക്ക് കുറേ എണ്ണത്തിന് പട്ടയം തന്നു. പട്ടയം തന്നിട്ട് ഞങ്ങൾക്ക് ഇതുവരെയും ഭൂമി കണ്ടെത്തിയിട്ടോ ഞങ്ങൾക്ക് ഇതുവരെയും ഭൂമി തന്നിട്ടോ ഇല്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കയറി കിടക്കാൻ നിവൃത്തിയില്ലാതെ ഞങ്ങൾ വല്ലവരുടെയൊക്കെ ഒട്ടത്തിൻ്റെയാണ് ഞങ്ങൾ ഇന്ന് കിടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭൂമി കിട്ടണമെന്നുള്ള പിന്നെ ഞങ്ങളുടെ
അവകാശമാണ്. ഞങ്ങൾക്ക് ഈ ഭൂമി ഞങ്ങൾ നേടിയെടുക്കും എന്നുള്ളത് ഞങ്ങൾക്ക് അതിന് ഞങ്ങൾ യാതൊരു ഞങ്ങൾ മുന്നോട്ട് വെച്ച കാലം ഞങ്ങൾ പുറകിലോട്ട് വലിക്കില്ല. റെയിൽവേ സ്ഥലം എന്ന് പറഞ്ഞാൽ റെയിൽവേക്കാരെടുത്ത്, ഫോറസ്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റുകാരെടുത്ത്, ഭൂമിയില്ലാതെ ഇത്രയും ജനങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. കമ്പനിയിൽ താമസിക്കുന്നവർക്കും റോഡ് പുറമ്പോക്കി താമസിക്കുന്നവർക്കും കയറിക്കിടക്കാടമില്ല. ഞങ്ങൾക്ക് 500 പേർക്ക് കയറിക്കിടക്കാടം വേണം. അന്തി ഉറങ്ങാൻ ഞങ്ങൾക്ക് ഇടം വേണം. അതുകൊണ്ട് ഞങ്ങൾക്ക് അന്തി ഉറങ്ങാൻ ഇടം ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ വെക്കും. ഞങ്ങൾ എന്ത് വന്നാലും ഞങ്ങൾ ഈ കനാൽ പുറമ്പോക്കി ഞങ്ങൾ മാട ഒടിച്ച് കുത്തും ഇവിടെ താമസിക്കും. 2013 ഒരു 3 സെന്റ് സ്ഥലത്തിന് പട്ടയം തന്നത്. സ്ഥലമൊന്നുമില്ല, ഞങ്ങൾ പുറമ്പോക്കി കിടക്കുക. ഞങ്ങൾക്ക് 1 സെന്റ് ഭൂമി പോലും ഇല്ല. ഞങ്ങൾ റോഡ് പുറമ്പോക്കിലും അവിടെ ഇവിടെയും കിടക്കുന്നത്. കിടക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഒരു കിടക്കാടം വേണം. ഇവിടെ ഈ വസ്തുവെല്ലാം കിട്ടിയ ഞങ്ങളൊരു വാട ഒടിച്ചു കിട്ടി ഇവിടെ താമസിക്കുമെന്നല്ലാതെ ഞങ്ങൾക്ക് ഒരു വലിയ കുത്തക പോലെയുള്ള വേറെ വസ്തുക്കളൊന്നും ഞങ്ങൾക്ക് വേണ്ട. റെയിൽവേ പുറമ്പോക്കിലാണ് താമസം. 3 സെന്റ് പട്ടയം ഭൂമി തരാമെന്ന് പറഞ്ഞിട്ട് ഇവരെ തന്നിട്ടില്ല. ഇതുവരെ ഞങ്ങൾ ഭൂമിക്ക് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭൂമി കിട്ടണം. സ്ഥലങ്ങളുടെ വിശദ വിവരവും ഭൂരഹിതരുടെ എണ്ണവും മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും നേരിട്ട് നിവേദനമായി നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് 100ഓളം കുടുംബങ്ങൾ പ്രതീകാത്മകമായി സ്ഥലം കൈയേറിയത്. ഇത് ഒരു സൂചന മാത്രമാണെന്നും കുത്തക മുതലാളിമാർ കൈയടക്കി വെച്ചിരിക്കുന്ന സ്ഥലം തിരികെ പിടിച്ച് ഭൂരഹിതർക്ക് നൽകാൻ തയ്യാറായില്ലെങ്കിൽ സ്ഥലം കൈയേറി കുടിൽ കെട്ടി താമസിക്കുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകി. അന്തി ഉറങ്ങാൻ ഇടമില്ല, മഴക്കാലം വരുന്നുണ്ട്. പക്ഷേ ഇതിന് ദീർഘകാലമില്ല. ഏറ്റവും കൂടി വന്നാൽ 15 ദിവസക്കകത്ത് ഇതിന്റെ കല്ലും നെല്ലും തിരിച്ചു തന്നില്ലെങ്കിൽ ചാലിയേക്കര ABTയുടെ കൈവശം ഇരിക്കുന്ന 36 ഏക്കറിലും പൂർണ്ണമായും ആളുകൾ കയറി വീട് വെച്ചിരിക്കും. അവിടെ യാതൊരു സംശയവും വേണ്ട. പോലീസല്ല, പട്ടാളമല്ല, എന്ത് വന്നാലും അതിനെ നേരിടാനുള്ള ശക്തി ജനങ്ങൾക്കുണ്ട്. അത് സ്ത്രീകളായിരിക്കും, സഹോദരിമാരായിരിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇടപ്പാളയം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ 2ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം പുരോഗമിക്കുന്നു. ശനിയാഴ്ച വൈകിട്ട് ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഗായിക ആതിര മുരളി ഭദ്രദീപം തെളിയിച്ച് യജ്ഞം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി TP ബിനു സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് ഷൺമുഖവേൽ അധ്യക്ഷനായി. ബ്രഹ്മശ്രീ ഹരിപ്പാട് ഉണ്ണികൃഷ്ണനാണ് യജ്ഞാചാര്യൻ. ക്ഷേത്രത്തിന്റെ നടപ്പന്തൽ നിർമ്മാണത്തിനായി ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം രൂപ വകയിരുത്തിയതായി ആര്യങ്കാവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്തറ സലീം ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞു. ഈ അയ്യപ്പ തീർത്ഥാടന കാലഘട്ടത്തിൽ ഇതൊരു ഇടത്താവളമായി മാറിയാൽ സാമ്പത്തികമായി ഈ സുബ്രഹ്മണ്യ സ്വാമി ഉയർച്ചയിലേക്ക് എത്തുവാൻ, ഇത് ഭക്തരുടെയും സന്ദർശകരുടെയും ഒരു കേന്ദ്രമാക്കി മാറുവാനുള്ള സൗകര്യമുണ്ട്. തോടുണ്ട്, കുളിക്കാൻ സൗകര്യമുണ്ട്, തൊഴുവാൻ ക്ഷേത്രമുണ്ട്. ആ അർത്ഥത്തിൽ ഞാൻ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രാവശ്യം വിട്ടിരിക്കുന്ന പന്തലിന്റെ സ്ഥാനത്ത് ഒരു നടപ്പന്തൽ 5 ലക്ഷം രൂപ ഞാൻ വകയിരുത്തിട്ടുണ്ട്. അത് പണിയാനുള്ള നടപടി സ്വീകരിക്കും. ക്ഷേത്രം തന്ത്രി ചേർത്തല സുഗുണൻ, മേൽശാന്തി ബിനു, മുൻ ഭരണസമിതി പ്രസിഡന്റ് രാജേഷ് R, ക്ഷേത്ര ഭരണസമിതി ജോയിന്റ് സെക്രട്ടറി KA പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. റോസ്മല്ല സെന്റ് മേരീസ് മലങ്കര സുറിയാനി കാതോലിക്ക പള്ളിയുടെ ജൂബിലി ആഘോഷം ഞായറാഴ്ച പള്ളി അങ്കണത്തിൽ നടന്നു. സഭാധ്യക്ഷൻ ബസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവ ആഘോഷ സമാപനം ഉദ്ഘാടനം ചെയ്തു. ക്ലിമീസ് തിരുമേനിക്ക് റോസ്മല നിവാസികൾ വൻ സ്വീകരണമാണ് ഒരുക്കിയത്. പ്രഭാത നമസ്കാരത്തിനും ദിവ്യബലിക്കും ശേഷം നടന്ന ജൂബിലി സമാപന സമ്മേളനത്തിൽ വാർഡ് മെമ്പർ സുന്ദരേശൻ അധ്യക്ഷനായി. കർദിനാൾ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ കൊച്ചു ഇടവകയും വിശ്വാസമർപ്പിച്ചിരിക്കുന്നത് എളിയവനായ എന്റെ ശുശ്രൂഷയിലും നേതൃത്വത്തിലുമാണ്. 1000 കുടുംബങ്ങളുള്ളതും ഈ 15 കുടുംബങ്ങളുള്ളതും എന്നോട് ദൈവം ചോദിക്കുന്ന കണക്കിൽ വ്യത്യാസപ്പെട്ട് ചോദിക്കില്ലല്ലോ. റോസ്മലയിലെ മക്കളുടെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ തമ്പുരാൻ ആ ഭാഗം വിട്ടുകളയില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ചുമതലയുള്ള, കടമയുള്ള കുടുംബങ്ങൾ ഇവിടെ തന്നെ ഉള്ളത് കൊണ്ട് ഞാൻ തീർച്ചയായും അതിനെ ഗൗരവമായി പരിഗണിച്ചുകൊള്ളാം. കൊല്ലം MP NK പ്രേമചന്ദ്രൻ മുഖ്യാതിഥിയായി.
അഡ്വക്കേറ്റ് കെ രാജു MLA ജൂബിലി സന്ദേശം നൽകി. അയർലൻഡ് സ്വദേശിയായ റവറന്റ് ഫാദർ സെനൽ ഫർലോങ്, റോസ്മല മാർത്തോമ ചർച്ച് വികാരി ഫാദർ ബെന്നി ഈപ്പൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ, മാമ്പടത്തറ സലീം, ചെന്തുരുണി വൈൽഡ് ലൈഫ് വാർഡൻ DFO CK ഭാസ്കരൻ, D രാജൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാർക്കോഴ വിവാദത്തിൽ കുറ്റാരോപിതനായ മന്ത്രി KM മാണി രാജിവെക്കുന്നതുവരെ BJP സന്ധിയില്ലാ സമരം തുടരുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി B രാധാമണി. KM മാണിയുടെ രാജി ആവശ്യപ്പെട്ട് BJP സംഘടിപ്പിച്ച ഹർത്താൽ പുനലൂരിൽ പൂർണ്ണ വിജയം. പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. ചാലിയക്കരയിൽ AVT കൈയടക്കി വെച്ചിരിക്കുന്ന KIP വക സ്ഥലം കയ്യേറി ഭൂരഹിതരുടെ പ്രതീകാത്മക സമരം. ഭൂരഹിതർക്ക് 10 സെന്റ് വീതം ഭൂമി നൽകണമെന്ന് ആവശ്യം. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.